ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. 10750 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 10755 വരെ ഹൈ പോയി, തുടർന്ന് 10607 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. സെൻസെക്സിലും ഏകദേശം 660 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈൻ ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ റെഡ്ഡി, ടൈറ്റാൻ, എയർടെൽ, ഭാരതി എയർടെൽ ഇവരായിരുന്നു ടോപ്പ് ഗെയിനറായിട്ട് നിഫ്റ്റിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ 46 സ്റ്റോക്കുകളും ഡിക്ലൈനിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ആകെപ്പാടെ 3 സ്റ്റോക്കുകളായിരുന്നു അഡ്വാൻസസിൽ വന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു നിഫ്റ്റിയിൽ. പിന്നെ തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു നിഫ്റ്റിയിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇനി ഇതിനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഒരു ഗ്ലോബൽ ട്രെൻഡിൻ്റെ ഒരു ഫോളോ ചെയ്തതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കൊറോണ കേസസ്, അതുകൊണ്ട് തന്നെ കൂടുതൽ സിറ്റികളിലേക്ക് ലോക്ക്ഡൗൺ വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു പിന്നെയും ഇന്നത്തെ ഒരു ഡൗണിലുള്ള കാരണങ്ങളായി നിന്നത്. ഇനി നമ്മൾ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബിയറിഷ് സിഗ്നലാണ് ഇപ്പോൾ പ്ലോട്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ആ ഒരു സപ്പോർട്ട് 10696 റേഞ്ചിൽ സപ്പോർട്ടിനൊക്കെ ബ്രേക്ക് ചെയ്താണ് ഇപ്പോൾ മാർക്കറ്റ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു ഡൗണിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ്, ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റും നാളത്തെ SGX നിഫ്റ്റിക്ക് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതകളാണ് ഇനി മാർക്കറ്റിൽ കാണുന്നത്. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇന്നലെ ഒരു നെഗറ്റീവിലാണ് ഉണ്ടായത്. നാസ്ഡാക്ക് 226 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് ആയത്. യൂറോപ്യൻ മാർക്കറ്റ് ഇന്ന് നോക്കുമ്പോൾ എല്ലാം തന്നെ നല്ലൊരു നെഗറ്റീവ് റേഞ്ചിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റും എല്ലാം തന്നെ ഒരു നെഗറ്റീവ് സൈഡിലേക്കാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. SGX നിഫ്റ്റി 36 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ലോസ് ഉണ്ടായിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലും ഒരു ഡൗൺ ആണ് കാണിക്കുന്നത്. അടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുമ്പോൾ FIIൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ഒരു 221 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഏകദേശം 1485 കോടിയുടെ നെറ്റ് വിത്ഡ്രോളാണ് ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. രൂപയുടെ മൂല്യം ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു നല്ലൊരു ഇടിവാണ് കാണിച്ചത്. 22 പൈസ ഇടിഞ്ഞ് 75.42 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ സെക്ടർ വൈസ് പിക്ചറാണ്. അതിലാകപ്പാടെ നിഫ്റ്റി ഫാർമ മാത്രമാണ് ഒരു ഗെയിനിൽ നിന്നത്. ബാക്കിയെല്ലാം തന്നെ ഒരു നെഗറ്റീവ് സൈഡിലേക്കാണ് നിന്നത്. അതിൽ തന്നെ PSU ബാങ്ക്, നിഫ്റ്റി ബാങ്കൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ലോസ് ഇന്ന് അനുഭവിച്ചത്. അടുത്തതായിട്ട് ഭാരതി എയർടെലും അതേപോലെ തന്നെ US ടെലികോം ജയൻ്റായ വെറൈസൺ, ഇവർ രണ്ടുപേരും ഒരു പാർട്ണർഷിപ്പിലേക്ക് വരാൻ പോകുന്നു എന്നൊരു ന്യൂസ് അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നത്തെ ഒരു വെർച്വൽ പ്രസ് കോൺഫറൻസിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവർ പബ്ലിഷ് ചെയ്യും എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഭാരതി എയർടെലിന് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിന്നത്. അടുത്തതായിട്ട് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് സിയാം പബ്ലിഷ് ചെയ്ത ജൂൺ ഓട്ടോ സെയിൽസിൻ്റെ ഡാറ്റയാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഈ ഒരു നാഷണൽ വൈഡ് ആയിട്ടുള്ള ലോക്ക്ഡൗൺ ആണ് ഈ ഒരു സപ്ലൈ ചെയിനിലൊക്കെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ എല്ലാ സെയിൽസും ഡൗൺ ആയി എന്ന രീതിയിലാണ് അവർ അപ്ഡേറ്റുകളിൽ പറയുന്നത്. അതിൽ തന്നെ നോക്കുമ്പോൾ പാസഞ്ചർ കാർ സെയിൽസിൽ 58% ഡിക്ലൈനും, പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ 49% ഡിക്ലൈനും, യൂട്ടിലിറ്റി വെഹിക്കിളിൽ 31.1% ഡിക്ലൈൻ, സ്കൂട്ടർ സെയിൽസിൽ 47.37% ഡിക്ലൈൻ, മോട്ടോർ സൈക്കിൾ സെയിൽസിൽ 35.2% ഡിക്ലൈൻ, ടു വീലർ സെയിൽസിൽ 32.56% ഡിക്ലൈൻ. ഇങ്ങനെയാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ആ ഒരു ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റും അത് സപ്ലൈ ചെയിനിൽ കൂടുതൽ ഇമ്പാക്റ്റ് കൊണ്ടുവന്നു എന്ന രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് ഗൂഗിൾ ജിയോ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പോകുന്നു എന്നൊരു ന്യൂസ് അപ്ഡേറ്റ് ബ്ലൂംബർഗിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം $4 ബില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഇത് ഗൂഗിളിൻ്റെ ഭാഗത്തുനിന്നോ റിലയൻസിൻ്റെ ഭാഗത്തുനിന്നോ ഇതിനെക്കുറിച്ചൊരു കമൻറ്റോ ഇതിനെക്കുറിച്ചൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തുനിന്നൊരു അപ്ഡേറ്റ് കിട്ടുന്നത് വരെ ഈ ഒരു ന്യൂസ് നിങ്ങൾ കൺഫേംഡ് ന്യൂസായിട്ട് കൺസിഡർ ചെയ്യേണ്ട. അടുത്തതായിട്ട് മൈൻഡ്രീൻ്റെ ഈ ഫിനാൻഷ്യൽ ഇയറിലെ Q1 റിസൾട്ട്സ് നോക്കുമ്പോൾ റവന്യൂവിൽ 7% ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 3% വർധന ഉണ്ടായതായിട്ട് അവർ പറയുന്നു. വെർട്ടിക്കൽ വൈസുള്ള ഒരു പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, മീഡിയ ആൻഡ് ടെക്നോളജി, ഈ ഒരു വെർട്ടിക്കലിൽ മാത്രമാണ് റവന്യൂ ഉണ്ടായിരിക്കുന്നത്, അത് വർധനം ഉണ്ടായിരിക്കുന്നത് 10%. ബാക്കിയെല്ലാ വെർട്ടിക്കലും റീറ്റെയിൽ, BFSI, ട്രാവൽ, ഹോസ്പിറ്റാലിറ്റി, അതുപോലെ ഈ ഒരു വെർട്ടിക്കലെല്ലാം തന്നെ ഡിക്ലൈനാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചുള്ള ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാർട്ടറിൽ പുതുതായിട്ട് 6 ക്ലയൻസിനെ വിൻ ചെയ്തു എന്ന രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് 5 പൈസ ക്യാപിറ്റലിൻ്റെ ഏർണിങ്സ് റിലീസ് നോക്കുമ്പോൾ അവർ ഫസ്റ്റായിട്ട് ഒരു ക്വാർട്ടർലി പ്രോഫിറ്റ് കാണിച്ചിരിക്കുകയാണ്. അതിൽ 2.37 കോടി നെറ്റ് പ്രോഫിറ്റാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ക്വാർട്ടറിൽ 1.6 ലാക്ക് ക്ലയൻസിനെ അക്വയർ ചെയ്തു എന്ന രീതിയിലും അവർ പറഞ്ഞിരിക്കുന്നു. അടുത്തതായിട്ട് സെഞ്ചുറി ടെക്സ്റ്റൈൽസിൻ്റെ Q1 റിസൾട്ട്സ് നോക്കുമ്പോൾ 54% ഡിക്ലൈനാണ് റവന്യൂയിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ 36.3 കോടിയുടെ നെറ്റ് ലോസും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പ്രധാനമായിട്ടും ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റും സെയിൽസിലൊക്കെ വന്ന ഇമ്പാക്റ്റ് ആണെന്ന രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്.
അതുപോലെ തന്നെ ബാറ്റ ഇന്ത്യൻ്റെ കോവിഡ് അപ്ഡേറ്റ് നോക്കുമ്പോൾ അവരുടെ 1400 സ്റ്റോറുകളിൽ 1200 സ്റ്റോറുകളും റെസ്യൂം ചെയ്തു. പുതിയ സ്റ്റോറുകളുടെ ഓപ്പണിംഗ് ഭയങ്കര സ്ലോ ആയിട്ടാണ് നടക്കുന്നത് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഇവരെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ലോണോ അല്ലെങ്കിൽ ബോറോവിങ്സ് ഒന്നും ഇല്ല എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് BHELനെ സംബന്ധിച്ചിടത്തോളം സിറ്റി അവരുടെ റേറ്റിംഗ് വീണ്ടും ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂട്രലിൽ നിന്ന് സെൽ റേറ്റിംഗ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതിനുള്ള പ്രധാന കാരണങ്ങളായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ക്യാഷ് ഫ്ലോയിലും അതുപോലെ തന്നെ പ്രോഫിറ്റിലും കൂടുതൽ റിസ്ക്കുകൾ കാണുന്നു. അതുപോലെ തന്നെ മീഡിയം ടൈമിലും ഷോർട്ട് ടൈമിലും ഇൻഡസ്ട്രി ട്രെൻഡ്സ് എല്ലാം അഡ്വേഴ്സ് കണ്ടീഷനിലാണ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഫിനാൻഷ്യൽ ഇയറിലെ Q1 റിസൾട്ട്സും അതിൽ ഏകദേശം 30% ഡിക്ലൈൻ റവന്യൂവിലുണ്ടാകും എന്ന രീതിയിലാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഈ ഒരു റേറ്റിംഗ് ഡൗൺഗ്രേഡ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡൗൺഗ്രേഡ് ആയിരുന്നു ഇന്നത്തെ BHELന് ഡൗണിലേക്ക് പോകാനുള്ള കാരണമായി നിലനിന്നത്. അടുത്തായിട്ട് BF യൂട്ടിലിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാകേഷ് ദമാനി അദ്ദേഹം ഏകദേശം 1.3% സ്റ്റേക്ക് അക്വയർ ചെയ്തു എന്ന് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു അക്വിസിഷൻ നടന്നതോടുകൂടി ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏകദേശം 4.91 lakh ഷെയർസാണ് ഈ ഒരു കമ്പനിയിൽ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് എവരിഡേ ഇൻഡസ്ട്രീസിൽ ഒരു ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ട്. ഏകദേശം 63.7 ലക്ഷം ഷെയർസിൻ്റെ ഒരു 3 ഡീൽസായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡീൽ നടന്നതിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് അപ്പിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആയിരിക്കണം ഇവർക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡാറ്റ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക ഇത്. അടുത്തായിട്ട് ബാലാജി ടെലിഫിലിംസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആക്ടർ കൊറോണ പോസിറ്റീവായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് ഇവരുടെ ഷൂട്ടിംഗ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല ഇനിയൊരു അപ്ഡേറ്റ് ഉണ്ടാകുന്നത് വരെ ഈ ഒരു ഷൂട്ടിംഗ് എല്ലാം റെസ്യൂം ചെയ്യത്തില്ല എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഈ ഒരു സ്റ്റോക്കിനും ഡൗൺ ആകാനുള്ള കാരണമായി നിലനിന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ നിങ്ങളും ഒന്ന് കോഷ്യസ് ആയിട്ട് ഇരിക്കുക. ഇപ്പോൾ ഒരു മാർക്കറ്റിൽ റിവേഴ്സലിനുള്ള സിഗ്നലുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു റിവേഴ്സലൊരു കൺഫർമേഷനായി മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതകൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കോഷ്യസ് ആയിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ ന്യൂസുകളെയും അതുപോലെ തന്നെ മാർക്കറ്റിനെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇമീഡിയറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനൊക്കെ ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കുക. അപ്പോൾ പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.